സംസ്ഥാന സർക്കാർ ഹരിവരാസനം നൽകി ആദരിച്ച പത്മശ്രീ കൈതപ്രം തിരുമേനിയും ഈ വേദിയിലുണ്ടെന്ന് തീർച്ചയായിട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല. കയറി വരുന്ന ഭാഗത്തു നിന്ന് മാറി സീറ്റുകളിലേക്ക് ഇരിക്കണമെന്ന് അറിയിക്കുന്നു. ചീത്ത വിളിക്കാനേ പറ്റൂല. മഹാവേദവാക്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തത്വമസിയുടെ പുണ്യഭൂമികയായ ശ്രീ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം ലോകത്താകെയുള്ള ഭക്തജനകോടികൾ ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കുന്ന മഹാസങ്കല്പം, മതേതരത്വത്തിന്റെയും മാനവീയ മൂല്യത എന്നും ശക്തികേന്ദ്രമായിട്ടുള്ള പുണ്യപാവനമായ ശബരിമല ക്ഷേത്രത്തിന്റെയും തിരുവിതാംകൂറിലെ ഇതര ക്ഷേത്രങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമാക്കി ലോകത്താകെയുള്ള അയ്യപ്പ ഭക്തന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് തിരി തെളിയുന്നു. ഈ ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തിൽ പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിന് ഭാരതം പത്മശ്രീ നൽകി ബഹുമാനിച്ച കേരള സർക്കാർ ഹരിവരാസന പുരസ്കാരം നൽകി ഈ വർഷം ആദരിച്ച ധന്യനും സർഗപുണ്യവുമായ
ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ സമസ്ത ബഹുമാനത്തോടെയും ക്ഷണിക്കുന്നു. ആനീലകോമള വിശാലതനും വിചിത്രം വാസോവസാനം അരുണോത്പലരത്നഹസ്തം ഉത്തുംഗരത്നമകുടം കുടിലാഗ്രകേശം ശാസ്താരം ഇഷ്ടവരദം ശരണം പ്രപദ്യേ. ധർമ്മശാസ്താരം ഇഷ്ടവരദം ശരണം പ്രപദ്യേ. ഈ ധന്യമായ ചടങ്ങിന്റെ അധ്യക്ഷനായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവരുകളെ ക്ഷണിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കർമ്മനിരതനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തിനെ ക്ഷണിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ തുറമുഖ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവറുകൾ, കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു അവറുകൾ, ശ്രീ IT മിനിസ്റ്റർ ശ്രീ പളനിവേൽ അവറുകൾ, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭിമന്യനായ മന്നത്ത് പത്മനാഭനാണ്. മഹാന്മാരായ R ശങ്കരനാരായണൻ എന്നിവരായിരുന്നു അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ. അതിനുശേഷം ഒട്ടേറെ മഹാരഥന്മാർ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിക്കുവാൻ, ശിരസ് നമിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ അയ്യപ്പ ഭക്തർ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങളെ നിങ്ങൾ കേൾക്കണം, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ നയപരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതറിയണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് കേരളത്തിന്റെ സർക്കാർ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ പാസ്സാക്കി കൊണ്ടുവരുന്നത്. എത്രയോ വർഷക്കാലമായി ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് വിദൂര സ്വപ്നമാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അത് ഹൈപ്പവർ കമ്മിറ്റി പാസ്സാക്കി ഗവൺമെന്റിന് സമർപ്പിച്ചു. 4 മാസങ്ങൾക്ക് മുമ്പ് മാസ്റ്റർ പ്ലാൻ പാസ്സായി. ആ മാസ്റ്റർ പ്ലാൻ അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന കൂട്ടത്തിൽ ഈ മാസ്റ്റർ പ്ലാൻ കൂടി അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്
ഹൈപ്പവർ കമ്മിറ്റി തയ്യാറാക്കി, എഞ്ചിനീയറിംഗ് കൊണ്ട് നേതൃത്വത്തിൽ തയ്യാറാക്കി, ഗവൺമെന്റ് പാസ്സാക്കി. പക്ഷെ ഇത് അനുഭവേദ്യമാകേണ്ടത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കാണ്. അപ്പൊ ആ ഭക്തജനങ്ങളുടെ അഭിപ്രായം അറിയണം, അവരുടെ നിർദ്ദേശങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശബരിമല എന്ന് പറയുന്നത് ഒരു പ്രകൃതി സൗഹൃദമായ സ്ഥലമാണ്. മറ്റുള്ള അമ്പലങ്ങളിൽ കെട്ടുന്നത് പോലെ കോൺക്രീറ്റ് സൗധങ്ങൾ ഇവിടെ കെട്ടാൻ കഴിയില്ല. ഇവിടെ പരിസ്ഥിതി സൗഹൃദമായ ലോകത്തിൽ വിവിധ മോഡലുകളുണ്ട്, അതെല്ലാം ഇവിടെ പറയുവാനുള്ള അവസരം വിവിധ മോഡലുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ക്രൗഡ് മാനേജ്മെന്റ് ആണ്. ആ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഇവിടെയുണ്ട്. അതിനെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്രൗഡ് മാനേജ്മെന്റ് നന്നായി നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ള ഡിസ്കഷൻ ഇവിടെ നടക്കുകയാണ്. മാത്രമല്ല, ഇന്ന് ഏത് ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചും പിൽഗ്രിം ടൂറിസം വളരെ പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടക്കും. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് പഴയ ചീഫ് സെക്രട്ടറി മാസ്റ്റർ പ്ലാനിന്റെ ചെയർമാനുമായിരുന്ന ശ്രീ ജയകുമാർ സാറാണ് അതിന് നേതൃത്വം നൽകുന്നത്. ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പോലീസാണ് അത് കൈകാര്യം ചെയ്യുന്നത്. മുൻ DGP ജേക്കബ് ന്യൂസ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും മാതൃകാപരമായി ക്രൗഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ശ്രീ ADGP ശ്രീജിത്ത് അതിന് നേതൃത്വം വഹിക്കും. സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കത് വിശിഷ്ടനായ ഒരു വ്യക്തിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത്. എത്രയോ പ്രധാനമന്ത്രിമാരോടൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ TK നായർ സാർ, അദ്ദേഹമാണ് പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ നമ്മുടെ സാധാരണ ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ ഒപ്പീനിയൻ എടുത്ത് അത് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു കൺസെപ്റ്റായി വേൾഡ് ഇറ്റലി ഫംഗ്ഷനിൽ ദേവസ്വം ബോർഡ് ബഹുമാനായ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവതരിപ്പിക്കും. അതിനുശേഷം എല്ലാവരും കൂടി ആലോചിച്ച് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ, ദേവസ്വം വകുപ്പിന്റെ നേതൃത്വത്തിൽ, സർക്കാരിന്റെ സഹായത്തോടു കൂടി ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉയർന്നു വന്ന ഒരു പ്രശ്നം, ദേവസ്വം ബോർഡ് ഇത് നടത്തുകയാണ്, സർക്കാരിന്റെ സഹായം എന്തിനാണ് എന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന്റെ സഹായമില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം. ചരിത്രത്തിൽ എത്രയോ കാലങ്ങളായി എല്ലാ കാര്യങ്ങളും നടത്തി നിർവഹിച്ചു കൊണ്ടുപോകുന്നതിന് ഞങ്ങളെ സഹായിക്കുന്ന സംവിധാനമാണ് സർക്കാർ സംവിധാനം. കഴിഞ്ഞ പ്രാവശ്യം 54 ലക്ഷം പേർ വന്നു. ഒരു പരാതിയുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ വളരെ മനോഹരമായി നമുക്ക് ആ ശബരിമല മണ്ഡലമടക്ക മഹോത്സവം സംഘടിപ്പിക്കുവാൻ സാധിച്ചു. 2 തവണയാണ് ബഹുമാനായ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ അവലോകനം വിളിച്ചത്. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ദർബാർ ഹാളിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്ര തവണയാണ് അവലോകനം വിളിച്ചതെന്ന് എനിക്കറിയില്ല. വിവിധ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടുകൂടി 30-35 ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം നടത്തുവാൻ വേണ്ടി എല്ലാവരുടെയും, ഗവൺമെന്റിന്റെയും വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും മികച്ച സംഘടനാ വൈഭവം കൊണ്ടാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിച്ചത്. മാത്രമാണോ, ആ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഏതാണ്ട് 14,000 ഉദ്യോഗസ്ഥർ, ആ 14,000 ഉദ്യോഗസ്ഥർ, പോലീസ് ഉൾപ്പെടെ 14,000 ഉദ്യോഗസ്ഥരുടെ 70 ദിവസത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും വിനിയോഗിക്കപ്പെടുന്നത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ്. ശബരിമല ഇടത്താവളത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് ഗവൺമെന്റ് ചെലവഴിക്കുന്നത്? ഇങ്ങോട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, അങ്ങനെ എല്ലാം സർക്കാരിന്റെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകില്ല എന്ന് ആധികാരികമായി ഇവിടെ നിന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അതേ സംവിധാനം തന്നെയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്ത് എങ്ങനെയാണോ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ഒരു സർക്കാർ സഹായിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമവും സംഘടിപ്പിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം സാധ്യമാകണം. ആ വികസനം സാധ്യമാകാൻ വേണ്ടി എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്, എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട്. അപ്പോൾ ആ ഒരു സംഘവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒറ്റ ലക്ഷ്യമായി, ഒരേ ഒരു മന്ത്രവുമായി ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഒരിക്കൽ കൂടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. നമ്മുടെ ബഹുമാനായ മിനിസ്റ്റർ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ
അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകുവാൻ ഒരു ദീപ്ത നാളമാണ്. അദ്ദേഹത്തെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി കേരളത്തെ പുതിയ പന്താവിലേക്ക് വഴിവെട്ടി തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ജനകീയനായ മുഖ്യമന്ത്രി, ആധുനിക കേരളം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ ആത്മബന്ധുവാണ് തമിഴ്നാടിൻ്റെ ദേവസ്വം മിനിസ്റ്റർ ശ്രീ ശേഖർ ബാബു സാർ. അദ്ദേഹത്തിൻ്റെ സഹായം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുവാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ സഹായം എത്രയോ വർഷക്കാലമായി ഏതെല്ലാം രൂപത്തിൽ ഈ അമ്പലത്തിൻ്റെ വികസനത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം എല്ലാ മാസവും ശബരിമലയിൽ വന്നു പോകുന്ന ആളാണ്. അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തമിഴ്നാടിൻ്റെ IT വകുപ്പ് മന്ത്രി ശ്രീ പളനിവേൽ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ K കൃഷ്ണൻകുട്ടി ചേട്ടൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി വീണ ജോർജ് ഈ ജില്ലയുടെ മന്ത്രി കൂടിയാണ്. ശ്രീമതി വീണ ജോർജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KU ജനീഷ് കുമാർ MLA ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രമോദ് നാരായൺ MLA വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തന്ത്രി ശ്രീ ബ്രഹ്മര മോഹനൻ നമ്പൂതിരി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി സാർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ സാർ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ വന്നെത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ശ്രീ സംഗീത് കുമാറിനെയാണ് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ പുന്നല ശ്രീകുമാർ കേരളത്തിലെ നവോത്ഥാന മേഖലയിൽ ഒട്ടേറെ സംഭാവനകൾ നൽകി മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ പുന്നല ശ്രീകുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ PK സജീവ് ജനറൽ സെക്രട്ടറി, മലയര സഭ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്ലോബൽ ബ്രാഹ്മിൻ കൺസോർഷ്യം ചെയർമാൻ ശ്രീ കരിമ്പുഴ രാമനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ശ്രീ KS മനോഹരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ രാമഭദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനമാണ് ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന വാവർ പള്ളിയുടെ പ്രസിഡന്റ് ശ്രീ നാസർ പനർച്ചിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളത് എന്നോടൊപ്പം താങ്ങായി നിൽക്കുന്ന ശ്രീ PD സന്തോഷ് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ബ്രാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബോർഡ് മെമ്പർ ഇവിടെ കൃതജ്ഞത പറയേണ്ട ശ്രീ അഡ്വക്കേറ്റ് അജിത് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ രൂപരേഖ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവസ്വം സെക്രട്ടറി ശ്രീ രാജമാണിക്യത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈ നാട്ടിൽ സാമൂഹിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒട്ടേറെ മത സാമുദായിക സംഘടനകളുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധികൾ, പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇവിടെയുണ്ട്. കേരള ബ്രാഹ്മണ സഭ, കേരള ദലിത് ഫെഡറേഷൻ, അഖില കേരള ചേർമർ ഹിന്ദു മഹാസഭ, വിശ്വകർമ്മ സെക്രട്ടറി, വിശ്വകർമ്മ സൊസൈറ്റി, കേരള വിശ്വകർമ്മ സഭ, അഖില കേരള വിശ്വകർമ്മ മഹാസഭ, വിളക്കത്തല നായർ സമാജം, കേരള വെള്ളാള മഹാസഭ, മലവർഗ മഹാജന സംഘം, വണിക വൈശ്യ സംഘം, അഖില കേരള ചാക്കമർ മഹാസഭ, അഖില കേരള ഗൗഡ സാരസ്വത് ബ്രാഹ്മണ ഫെഡറേഷൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, കേരള സാംബവർ സൊസൈറ്റി, വാര്യർ സമാജം, ക്ഷത്രിയ ക്ഷേമസഭ, തന്ത്രി സമാജം, മേൽശാന്തി സമാജം, നാടാർ സർവീസ് ഫോറം, കേരള നാടാർ സർവീസ് ഫെഡറേഷൻ, അരുന്ധതിയാർ ചാക്ലിയാർ സമുദായ സമിതി, AKVMS, കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ, ഉദിയംകുളങ്ങര ചെട്ടി സഭ, കേരള വേളാർ സർവീസ് സൊസൈറ്റി, തണ്ടാൻ സർവീസ് സൊസൈറ്റി, കർണാടക നായർ സർവീസ് സൊസൈറ്റി, അഖില ഭാരത ഹിന്ദു മഹാസഭ, ഭാരതീയ വേലൻ സൊസൈറ്റി, ഹിന്ദു ധർമ്മ പരിഷത്ത്, കണിശുപ്പണിക്കർ ഗണസഭ, തീയ മഹാസഭ, അങ്ങനെ ഈ
കേരളത്തെ സാമൂഹിക നവോത്ഥാന ഭൂമിയാക്കിയ ഒട്ടേറെ സാമുദായിക നേതാക്കന്മാരുടെ ഭാരവാഹികളെല്ലാം ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗോകുലം ഗോപാലൻ സാർ, അദ്ദേഹം ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം പൂർണ്ണ പിന്തുണയാണ് ഈ അയ്യപ്പ സംഗമത്തിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ സ്വാഗതം ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശബരിമലയുടെ വികസനം, ശബരിമല ഭഗവാനെ വിശ്വസിച്ച് ശബരിമലയിലെ എല്ലാ വികസനത്തിനും താങ്ങായി തണലായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന അയ്യപ്പ ഭക്തരെ, എൻ്റെ സഹോദരീ സഹോദരന്മാരെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് എല്ലാ സഹായവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇവിടെയുണ്ട്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവം നന്നായി വിജയിപ്പിക്കുവാൻ അവരിൽ നിന്ന് കിട്ടിയ പിന്തുണ, പ്രോത്സാഹനം വളരെ വലുതാണ്. അവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ലോകമാകെ കാത്തിരുന്ന തത്വമസി പൊരുളിന്റെ അർദ്ധഭൂമികയായ ശ്രീ ശബരിമലയുടെയും തിരുവിതാംകൂറിലെ ഇതര ക്ഷേത്രങ്ങളുടെയും സമഗ്ര വികസനത്തിനുതകുന്ന അഖില കേരള ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ വേദിയിൽ തിരിതെളിയുന്നു. തിരിതെളിക്കുന്നതിനായി കേരളത്തിന്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും സർവാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ വേദിയിലെത്തുന്നു. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, അയ്യപ്പ ഭക്തന്മാരുടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അനൽപമായ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ
വേദിയിൽ തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ശേഖർ ബാബുവും ശ്രീ പളനിവേൽ ത്യാഗരാജൻ. ബഹുമാനായ തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തൽപരനായിരുന്നു. പക്ഷേ മറ്റു വിധത്തിലുള്ള തിരക്കുകൾ കാരണം അവ മാറ്റിവെക്കാൻ കഴിയാത്തത് കാരണമാണ് ഇന്ന് അദ്ദേഹം എത്താതിരുന്നത്. അതിൻ്റെ ഭാഗമായി 2 മന്ത്രിമാർ തന്നെ ഇവിടെ പങ്കെടുക്കുന്നു. മറ്റ് വേദിയിലുള്ള പ്രമുഖരായ എല്ലാവരെയും എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് അവരെ എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. കേരളത്തിലെ 6-7 മന്ത്രിമാർ, നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ തലവന്മാർ, എല്ലാ രീതിയിലും ശബരിമലയുടെ പ്രത്യേകത നല്ല രീതിയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രമുഖർ എല്ലാമാണ് നമ്മുടെ വേദിയിലുള്ളത്. ഇവിടെ ശബരിമലക്ക് വേറിട്ട തനതായ ചരിത്രമുണ്ട്. അതിൻ്റേതായ ഐതിഹ്യങ്ങളുമുണ്ട്. അതാവട്ടെ സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരെന്ന് കരുതപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടതാണ്. ശബരി ഒരു തപസ്വിനിയായിരുന്നു. ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്വിനി. സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി രാമലക്ഷ്മണന്മാർ ആ വഴി വരുന്നത് കാത്തിരുന്ന ആ ശബരിയുടെ പേരിലാണ്. പിന്നീട് ആ സ്ഥലം തന്നെ അറിയപ്പെട്ടു. അതാണ് ശബരിമല. ഇതാണ് ആ ഐതിഹ്യം. ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ്. ആ നിലക്ക് തന്നെ ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത്. നേരത്തെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ എത്തിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം അയൽ സംസ്ഥാനത്തിൽ നിന്നുള്ള അയൽ സംസ്ഥാനക്കാരായ ആളുകളും എത്തിയിരുന്നു. പിന്നീട്
രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി തീർത്ഥാടകരുടെ പ്രവാഹം തന്നെയുണ്ടായി. ക്ഷേത്രത്തിൻ്റെ സാർവലൗകിക സ്വഭാവം മുൻനിർത്തിയാവണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ഇന്ന് ആളുകൾ എത്തുന്നത്. പലപ്പോഴും ഭക്തജനസാഗരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ ക്ഷേത്രപ്രവേശനം സുഗമമാക്കാനും തീർത്ഥാടനം ആയാസരഹിതമാക്കാനും വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ബോധ്യത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നത്. സ്വാഗത പ്രസംഗത്തിൽ ആ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രത്യേകം എടുത്തു പറയുകയുമുണ്ടായി. തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത്? അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത്. ഭക്തജനങ്ങളിൽ തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം. അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം. ഇതിനോട് ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ സർവാത്മന സഹകരിക്കുന്നുവെന്ന് കാണുന്നത് സന്തോഷകരമാണ്. യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകൂ. ഭക്തി കേവലമൊരു പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം. അവർക്ക് പ്രത്യേക താല്പര്യങ്ങളുണ്ടാവാം. അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി. അത് നമുക്ക് ബാധകമല്ല. ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരവുമാണ്. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല. ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള 8 ശ്ലോകങ്ങളിലായാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം. അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഘവുമാണ് സത്യത്തിൽ ഇത്. ഗീതയിലെ
ഭക്തസങ്കല്പവും ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഗമം. തീർത്തും മതനിരപേക്ഷ മൂല്യങ്ങളുടെ വിശുദ്ധിയിൽ തിളങ്ങുന്നതാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രമെന്ന് നമുക്കറിയാം. ഓരോ മതവും വിശ്വാസ പ്രമാണവും തങ്ങളുടേതായ ആരാധനാലയങ്ങളും അനുബന്ധ രീതികളും പിന്തുടരുമ്പോൾ എല്ലാ ജാതി മത ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം എല്ലാവരും ഒരുമിച്ചൊന്നായി എത്തിച്ചേരുന്ന ഇടമാണ് ശബരിമല. കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18-ാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്. ചാന്തോക്യോപനിഷത്തിലെ ഈ വചനത്തിൻ്റെ പൊരുൾ അത് നീ തന്നെ എന്നതാണെന്ന് നമുക്കറിയാം. ഞാനും നീയും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അന്യരില്ല എന്നുകൂടിയാണ് അർത്ഥം. അഥവാ അന്യരിലേക്ക് കൂടി ഞാൻ എന്ന സങ്കല്പം ചേർന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ അന്യരെ കൂടി ഉൾക്കൊള്ളുകയും അന്യനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അന്യത എന്നത് ഇല്ലാതാവുകയാണ്. അപരൻ എന്നൊരാൾ ഇല്ലാതാവുകയാണ്. എല്ലാവരും ഒന്ന് എന്ന ബോധം തെളിയുകയാണ്. അത് തെളിയിക്കുക എന്നതാണ് ശബരിമലയുടെ സന്ദേശം. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും രമണ മഹർഷിയുമൊക്കെ നമുക്ക് തെളിയിച്ചു തന്ന തത്വമാണിത്. ഇതിൻ്റെ പ്രഘോഷണം നടത്തുന്ന ലോകത്തെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല. അവിടെ അയ്യപ്പന് നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്ററാണ്. അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ്. സന്നിധാനത്തിലേക്കുള്ള യാത്രാമധ്യേ അയ്യപ്പ ഭക്തന്മാർ തൊഴുതു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ്. വാവറാകട്ടെ ഇസ്ലാമാണ്. മധ്യ കേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന അയ്യപ്പ ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തങ്കൽ പള്ളിയിലും കാണിക്കയിടുന്നു. ഇങ്ങനെ സർവധർമ്മ സമഭാവനയുടെ പ്രതീകമായി നിൽക്കുന്ന എത്ര ദേവാലയങ്ങളുണ്ട് ലോകത്തിൽ? അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ശബരിമലയ്ക്കുള്ള പ്രത്യേകത കൂടുതൽ കൂടുതൽ വ്യക്തമാവുക. ശബരിമലയുടെ മതാതീത ആത്മീയത ഒരു അത്യപൂർവതയാണ്. ഇത് ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നത് പ്രധാനമാണ്. അങ്ങനെ രാജ്യാന്തരങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയണം. അതിനുതകും വിധം ശബരിമലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ആകർഷകമാക്കുകയും വേണം. മധുരയുടെയും തിരുപ്പതിയുടെയും ഒക്കെ മാതൃകയിൽ ശബരിമലയെയും തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുക എന്നതും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യമാണ്. ശബരിമലയുടെ സ്വീകാര്യത കൂടുതൽ സാർവത്രികമാക്കുക, അവിടുത്തെ വികസന പദ്ധതികൾ പരിസ്ഥിതിക്ക്
പരിക്കേൽക്കാത്ത വിധം മുൻപോട്ട് കൊണ്ടുപോവുക, തീർത്ഥാടനം കൂടുതൽ ആയാസരഹിതമാക്കുക തുടങ്ങിയവയാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം. ഇതൊക്കെ എങ്ങനെ സാധ്യമാക്കണം എന്നത് സംബന്ധിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അങ്ങേയറ്റത്തെ പ്രാധാന്യം നൽകി ദേവസ്വം ബോർഡും സർക്കാരും മുന്നോട്ട് പോകും. ലോകത്ത് എവിടെ നിന്നുമുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ എത്തിച്ചേരുന്നതിനും ദർശനം നടത്തി സുരക്ഷിതമായി മടങ്ങുന്നതിനും ആവശ്യമായ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടത് ബഹുമുഖമായ ഇടപെടലുകളാണ്. ഗതാഗത സംവിധാനങ്ങൾ മുതൽ വെർച്വൽ കണക്ടിവിറ്റി വരെ അതിനായി ഉപയോഗപ്പെടുത്തണം. നൂതന ഗതാഗത സൗകര്യങ്ങൾ ഒരുങ്ങണം. ഭാഷാഭേദമന്യേ അയ്യപ്പ ഭക്തർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും രജിസ്ട്രേഷൻ നടത്തുന്നതിനുമുള്ള പോർട്ടലുകളും ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകണം. ഇക്കാര്യത്തിലൊക്കെ ദേവസ്വം ബോർഡും സർക്കാരും ശ്രദ്ധ വെക്കുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭിന്നിപ്പുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടാവാം. അത് ശബരിമലയുടെ താല്പര്യത്തിലല്ല, ഭക്തജനങ്ങളുടെ താല്പര്യത്തിലുമല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കഴിഞ്ഞ 75 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര പ്രദർശനവും ശബരിമലയുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളുടെയും മറ്റ് കേരളീയ കലാരൂപങ്ങളുടെയും പ്രദർശനങ്ങളും ഈ സംഗമത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ ശബരിമലയുടെ ഖ്യാതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും മാത്രമല്ല കേരളത്തിൻ്റെ സവിശേഷതകളും ലോകമെമ്പാടും എത്തിച്ചേരും. ഇത്ര കാലവുമില്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അതാവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കേണ്ടതുകൊണ്ട് എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. ചിലർ ഇത് തടയാൻ കോടതിയിൽ വരെ പോയി എന്നത് ഖേദകരമാണ്. അയ്യപ്പനോടുള്ള ഭക്തിയോ വനപരിപാലനത്തിലുള്ള താല്പര്യമോ വിശ്വാസപരമായ ശുദ്ധിയോ ഒന്നുമല്ല അവരെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ക്ഷേത്രഭരണം വിശ്വാസികൾക്ക് വിട്ടുകൊടുത്ത് സർക്കാർ പിന്മാറണം എന്ന ഒരു വാദം ചിലർ ഉയർത്തുന്നുണ്ട്. വിശ്വാസികളുടെ കൈകളിൽ തന്നെ ആയിരുന്നല്ലോ പണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത്. ആരും നോക്കാനില്ലാതെ അതൊക്കെ മിക്കവാറും നാശോന്മുഖമാകുന്ന നില വന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് ഉണ്ടാവണമെന്ന, സർക്കാർ ഇടപെടലുണ്ടാകണമെന്ന ആവശ്യം വിശ്വാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത്. അങ്ങനെയാണ് ബോർഡുകളും മറ്റ് ഭരണ സംവിധാനങ്ങളും നിലവിൽ വന്നത്. അതോടെ തകർച്ചയിലായ ഒരുപാട് ക്ഷേത്രങ്ങളാണ് ഉദ്ധരിക്കപ്പെട്ടത്. ക്ഷേത്ര ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ഉറപ്പായത്, ജീർണതയിൽ നിന്ന് രക്ഷപ്പെട്ടത് എല്ലാം അതിനുശേഷമാണ്. 2019 കോവിഡ് മഹാമാരിയുടെ സാഹചര്യം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും വിഷമത്തിലാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അന്ന് 140 കോടി രൂപയുടെ ധനസഹായമാണ് സർക്കാർ
ബോർഡിന് നൽകിയത്. മരാമത്ത് പണികൾക്കായി 123 കോടി രൂപയും ലഭ്യമാക്കി. ഇത്തരം സത്യങ്ങൾ പലരും കണ്ടില്ലെന്നടിക്കുന്നു. ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നവർ സർക്കാർ സഹായമില്ലാത്ത പഴയകാല ദുരവസ്ഥയിലേക്ക് ക്ഷേത്രങ്ങൾ തിരിച്ചു പോകണം അത്തരമൊരു തിരിച്ചുപോക്കാണോ അവരാഗ്രഹിക്കുന്നത് എന്ന് അവരോട് തന്നെ തിരിച്ചു ചോദിക്കേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ വരുമാനം സർക്കാർ കൈക്കലാക്കുന്നുവെന്ന വ്യാജ പ്രചരണം ചിലര് ബോധപൂർവം ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. ഇതെല്ലാം പലതവണ വിശദീകരിച്ച കാര്യമാണ്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നതാണ്. എന്നാൽ ദേവസ്വം ബോർഡിന് സർക്കാർ പണം നൽകുന്നു എന്നതുകൂടി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് താരതമ്യേന തുച്ഛ വരുമാനം മാത്രമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ ഇന്നും അന്ത്യത്തിരി തെളിയുന്നത്. അവിടങ്ങളിലെ ക്ഷേത്ര ജീവനക്കാർ പട്ടിണിയിലാകാത്തത്. ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവർത്തികൾ ആരംഭിച്ച 2011-2012 മുതൽ നാളിതുവരെ 148 കോടി 50 ലക്ഷം രൂപ വിവിധ വികസന പദ്ധതികൾക്കായി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലക്കലിൻ്റെ ലേഔട്ട് പ്ലാനിന് 2020 തന്നെ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ ഉന്നതികാര സമിതിയുടെ പ്രവർത്തനത്തിലെ കാലതാമസം കാരണം ഫണ്ട് യഥാസമയം ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യം മുൻപുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിന്റെ നിരന്തരമായ ഇടപെടൽ മൂലം ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവൃത്തികളെല്ലാം തന്നെ വേഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സന്നിധാനത്തിൻ്റെയും പമ്പയിലെ ട്രക്ക് റൂട്ടിൻ്റെയും ലേഔട്ട് പ്ലാനുകൾക്ക് സർക്കാർ കഴിഞ്ഞ ജനുവരിയിൽ അംഗീകാരം നൽകുകയുണ്ടായി. 2016-17 മുതൽ 2025 വരെ ദേവസ്വം സ്ഥാപനങ്ങളുടെ
ആധുനികവൽക്കരണത്തിനും വികസനത്തിനുമായി 650 കോടിയോളം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 145 കോടി രൂപ, കൊച്ചിൻ ദേവസ്വം ബോർഡിന് 26 കോടി രൂപ, മലബാർ ദേവസ്വം ബോർഡിന് 305 കോടി രൂപ, കൂടൽമാണിക്യം ദേവസ്വത്തിന് 4 കോടി രൂപ, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് 21 കോടി രൂപ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 3.5 കോടി രൂപ, ഹിന്ദു ധർമ്മസ്ഥാപന ഭരണവകുപ്പിന് 28 കോടി രൂപ. ഇങ്ങനെയാണ് ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുക. ഇതിനു പുറമെ ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് 83,95,00,000 രൂപയും, ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്ക് 22 കോടി രൂപയും, ഇടത്താവളം പദ്ധതികൾക്കായി 116 കോടി രൂപയും അനുവദിച്ചു. ശബരിമല ഉത്സവം നടത്തിപ്പിന് വേണ്ടി കഴിഞ്ഞ 4 വർഷങ്ങളിലായി 10 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. 2019-20 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 100 കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കായി പ്രത്യേകമായി വകയിരുത്തിയിരുന്നു. 2016-17 മുതൽ 2019-20 വരെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കുമായി 351 കോടി രൂപ വിതരണം ചെയ്തു. ഇക്കഴിഞ്ഞ 4.5 വർഷത്തിലായി ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമായി 232 കോടി രൂപയാണ് അനുവദിച്ചത്. ഇങ്ങനെ സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോവുകയാണ് എന്ന് കള്ളപ്രചരണം അഴിച്ചുവിടുന്നത്. സമാനമായ മറ്റൊരു കള്ളപ്രചാരവേല ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വന്നു. അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നു എന്നതാണ്. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും എറിഞ്ഞ് കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. കറതീർന്ന സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇത്തരം പ്രചരണം നടത്തുന്നവരെ നമുക്ക് ആ രീതിയിൽ കാണാം. വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ദുരുദ്ദേശത്തോടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ? സംഭവ വികാസങ്ങളെ സത്യസന്ധമായും വസ്തുതാപരമായും നിഷ്പക്ഷമായും ജനങ്ങളിലേക്ക് എത്തിക്കുകയല്ലേ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ബോധപൂർവം നുണ പ്രചരിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ ആ നുണ പ്രചരിപ്പിക്കുന്ന ഒരു കലയായിട്ട് സ്വീകരിച്ചവരാണ്. അവർ കാണുന്നത് ഒരു നുണ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചാൽ 10-20% ആളുകളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ നുണയെ ആശ്രയിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഈ ന്യൂനപക്ഷ സംഗമത്തിന്റെ പൊരുൾ എന്താണ്? 2031 കേരളം എങ്ങനെയൊക്കെ വികസിച്ച് മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. എന്താണ് ഈ 2031 പ്രത്യേകത? ഐക്യ കേരള രൂപീകരണത്തിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് 2031. ഇതിനോടനുബന്ധിച്ച് കേരളത്തിന്റെ
ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. അതില് ഈ ഒരു ദശാബ്ദക്കാലം കേരളം വലിയ തോതിലുള്ള പുരോഗതി പല മേഖലകളിലും ആർജിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ഭാവി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ 33 സെമിനാറുകൾ നടത്തുന്നുണ്ട്. 33 സെമിനാറുകൾ. ഓരോ വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ സെമിനാറുകൾ നടത്തുക. ഇപ്പോൾ സെമിനാറുകൾ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും 18 മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ 33 സെമിനാറുകൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അങ്ങനെയുള്ള 33 സെമിനാറുകളിൽ ഒന്ന് മാത്രമാണ് ന്യൂനപക്ഷ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത്. കാരണം അതും ഒരു വകുപ്പാണ്. ആ വകുപ്പിന്റെ നേതൃത്വത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നത് വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ 33-ൽ അതുമാത്രം അറുത്തിയെടുത്ത് തീർത്തും വസ്തുതാവിരുദ്ധമായി പ്രചാരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്നതാണ് ഒരു കൂട്ടർ ശ്രമിച്ചത്. ഇതിനെയൊക്കെ ഉദ്ദേശിച്ചാണ് പണ്ടുള്ളവര് ക്ഷീരമുള്ള രകിട്ടിൻ്റെ കൊട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞത്. ഇനി ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തിയത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് എടുത്തു പറയുകയുണ്ടായി. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പലരും ഇങ്ങോട്ട് വിളിച്ച് ശബരിമലയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കേണ്ടതിനെ പറ്റി സംസാരിക്കാറുണ്ട്. ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പ്രശ്നപരിഹാരത്തിന് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് സത്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ തുടക്കം. ആഗോള സംഗമം ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ആദ്യമാണെങ്കിലും നമ്മുടെ ശബരിമല ഉത്സവത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കൂടിയിരുന്ന് ആലോചിക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ശബരിമലയുടെ ഉത്സവ രീതികൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനുള്ള ഏകോപനം ഉണ്ടാക്കുന്നതിനാണ് വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമടക്കം ഒത്തുചേരാറുള്ളത് എന്നതും നാം ഓർക്കേണ്ടതാണ്. ഇവിടെ ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ശബരി റെയിൽപാത, റോപ്പ് വേ, വിമാനത്താവളം, ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നാം കാണേണ്ട ഒരു വസ്തുത, ശബരി റെയിൽപാതയുടെ കാര്യത്തിൽ അടുത്ത ദിവസം ഒരു പച്ച നുണ വലിയ തോതിൽ പ്രചരിപ്പിക്കാനൊരു ശ്രമം നടന്നല്ലോ. ശബരി റെയിൽപാതയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. സാധാരണ
റെയിൽപാതകൾ നിർമ്മിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെലവിലാണ്. കേന്ദ്ര ഗവൺമെന്റാണ് ആ ചെലവ് മുഴുവൻ വഹിക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനത്തിൽ തന്നെ വലിയ കുറവ് വരുന്നൊരു കാലമാണിത്. ആ കുറവിന് പുറമെ പ്രത്യേക മനോഭാവത്തോടെ ചില സംസ്ഥാനങ്ങളെ സമീപിക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന കുറവ് വേറെയുമുണ്ട്. ഇപ്പോ അടുത്ത കാലത്ത് GST-യിൽ ഏകപക്ഷീയമായി വരുത്തിയ പരിഷ്കരണം ഈ കുറഞ്ഞു നിൽക്കുന്ന വരുമാനത്തിൽ പിന്നെയും കുറവുണ്ടാക്കുകയാണ്. ഇതെല്ലാമാണെങ്കിലും ശബരി റെയിൽ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത്. അതുകൊണ്ടാണ് പൂർണ്ണമായും ചെലവ് വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഞങ്ങൾ പകുതി ചെലവ് വഹിക്കാൻ സന്നദ്ധമാണ് എന്ന നിലപാട് സംസ്ഥാനം സ്വീകരിച്ചത്. അതിന് ചെലവെത്ര നമ്മൾ വഹിച്ചാലും അനുമതിയും നടപ്പാക്കലും ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നാണ്. കാലതാമസം വരുന്നു. പലവട്ടം ചർച്ച ചെയ്തു. ഏറ്റവും ഒടുവിലുള്ള ചർച്ചയിലും ഈ പറയുന്ന 50% വഹിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് അറിയിച്ചു. അതിലെ ഒരു മാറ്റവും സർക്കാർ വരുത്തിയില്ല. ഇവിടെ തീർത്തും തെറ്റായൊരു കാര്യം ബോധപൂർവം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. എവിടുന്ന് കിട്ടിയ വിവരമാണത്? ചർച്ച നടത്തിയത് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഞങ്ങൾ നേരിട്ടാണ്. മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാനുണ്ട്, റെയിൽവേ മിനിസ്റ്ററുമുണ്ട്. ഞങ്ങൾ പറഞ്ഞതിനപ്പുറം ഈ കേരളത്തിലെ ഈ ഘട്ടത്തിൽ ആര് പറഞ്ഞ വിവരമാണ് ഈ വാർത്തക്ക് അടിസ്ഥാനം? ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്ത പച്ച നുണയായി പ്രചരിപ്പിക്കുകയാണ്. അതാണ് നാം കാണേണ്ട ഒരു കാര്യം. ഇപ്പോഴും ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. പകുതി പണം വഹിക്കാൻ സർക്കാർ തയ്യാറാണ്. ചെലവിൻ്റെ പകുതി അവിടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് അതിന് തടസ്സം പറഞ്ഞിട്ടില്ല. അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ വിമാനത്താവളത്തിന്റെ കാര്യം. വിമാനത്താവളം നമ്മുടെ ശബരിമലയുടെ പ്രത്യേകത അനുസരിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ വരികയാണ്. അവരുടെ സൗകര്യം മുൻനിർത്തിയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ഇതേവരെ മറ്റ് തടസ്സങ്ങളൊന്നും അതിനുണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റും നല്ല സഹകരണത്തിൽ തന്നെയാണ് പോകുന്നത്. അടുത്ത വർഷത്തോടെ ഇതിനാവശ്യമായ സ്ഥലം പൂർണ്ണമായി ഏറ്റെടുക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കേസ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലുണ്ട്. എങ്കിലും മറ്റ് തടസ്സങ്ങൾ വരില്ല എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. 2026 സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞ് വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനാകും എന്ന് തന്നെയാണ്
സർക്കാർ കരുതുന്നത്. റോപ്പ് വേയുടെ കാര്യത്തിലും നല്ല പുരോഗതി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാസ്റ്റർ പ്ലാനിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായി സംഗമത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വരും. വിവിധ മേഖലകളിലെ വിദഗ്ധരടക്കം അത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ആ വർധനക്കനുസരിച്ച് സുഗമമായ യാത്രാ സൗകര്യം, പാർക്കിംഗ്, ശുദ്ധജല ലഭ്യത, സാനിറ്റേഷൻ സംവിധാനങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാവണം. എന്നാൽ അതേസമയം പ്രകൃതിയുടെ മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാതിരിക്കണം. അതിനോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് ഏൽക്കാതിരിക്കുകയും വേണം. എരുമേലി അടക്കമുള്ള സമീപ പ്രദേശങ്ങളും ഇതിൻ്റെ ഭാഗമായി വികസിക്കേണ്ടതുണ്ട്. ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. ഏതാണ്ട് 2050 വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ശബരിമല, പമ്പ, പരമ്പരാഗത പാത, നിലക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത്. ശബരിമല സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് ലേഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം സുരക്ഷയും സൗന്ദര്യാത്മക മെച്ചപ്പെടുത്തലുകളും ലേഔട്ട് പ്ലാൻ ഉറപ്പാക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുവിദ്യാശൈലിക്ക് അനുസൃതമായ മാർഗനിർദ്ദേശങ്ങളും സവിശേഷതകളും ലേഔട്ട് പ്ലാൻ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ശബരിമല സന്നിധാനത്തിൻ്റെ വികസനത്തിനായി 2022-2027 വരെയുള്ള ആദ്യഘട്ടത്തിന് 600,47 ലക്ഷം രൂപയും 2028-2033 വരെയുള്ള രണ്ടാം ഘട്ട വികസനത്തിന് 100,02 ലക്ഷം രൂപയും 2034-2039 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77,68 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 718,17 ലക്ഷം രൂപയാണ് ലേഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിലുള്ള ഒരു ട്രാൻസിറ്റ് ക്യാമ്പായിട്ടാണ് പമ്പയെ ലേഔട്ട് പ്ലാനിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് കയറുന്നതിനും സന്നിധാനത്ത് നിന്ന് തിരിച്ചിറങ്ങുന്നതിനും ഒരു പ്രത്യേക സർക്കുലേഷൻ റൂട്ട് പിന്തുടരുന്നുവെന്ന് ഉറപ്പാക്കി അതുവഴി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് ഒഴിവാക്കുവാൻ ഉതകുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ലേഔട്ട് പ്ലാൻ പ്രകാരം പമ്പയുടെ വികസനത്തിനായി 2022-2027 വരെയുള്ള ആദ്യഘട്ടത്തിന് 184,75 ലക്ഷം രൂപ, 2028-2033 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 22,73 ലക്ഷം രൂപ, അങ്ങനെ ആകെ 207,48 ലക്ഷം രൂപ. ട്രക്ക് റൂട്ടിന്റെ വികസനത്തിന് 2022-2025 വരെയുള്ള ആദ്യഘട്ടത്തിന്
32,88,00,000 രൂപ. 2024-26 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 15,09,00,000 രൂപ. അങ്ങനെ ആകെ 47,97,00,000 രൂപയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സന്നിധാനം, പമ്പ, ട്രക്ക് റൂട്ട് എന്നിവയുടെ വികസനത്തിനായി ലേഔട്ട് പ്ലാനുകൾ പ്രകാരം ആകെ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് 1,033,62,00,000 രൂപയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തി 2025-2030 കാലയളവിൽ 314,96,00,000 രൂപയുടെ പദ്ധതികളാണ് ശബരിമല തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. പമ്പ ഗണപതി ക്ഷേത്രം മുതൽ പമ്പ ഹിൽ ടോപ്പ് വരെ പമ്പാ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന സുരക്ഷാ പാലം, നിലക്കൽ ഇടത്താളത്തിലെ കോർ ഏറിയയുടെ വികസനം, കുന്നാറിൽ നിന്നും ശബരിമല സന്നിധാനത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ, നിലക്കൽ ഇടത്താവളത്തിലെ റോഡുകളുടെയും അനുബന്ധ പാലങ്ങളുടെയും നിർമ്മാണം, ശബരിമല സന്നിധാനത്തെ തീർത്ഥാടക സൗകര്യ കേന്ദ്രം, തന്ത്രിമഠം, പ്രസാദ നിർമ്മാണ വിതരണ സമുച്ചയം ഇവയുടെ നിർമ്മാണം, ശബരിമല സന്നിധാനത്ത് അഗ്നിശമന സംവിധാനങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തി, കൂടാതെ ശബരിമല സന്നിധാനത്തെ തീർത്ഥാടക നിർഗമന പാലം, നിലക്കൽ ഇടത്താളങ്ങളുടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും പരിപാലനവും, ഇവക്കെല്ലാം വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു തുറന്ന ചർച്ച നടത്തുന്നതിൽ ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നവർ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ എതിർക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് അവരെയെല്ലാം ചേർത്ത് പിടിച്ചുമാണ് നമ്മൾ ശബരിമലയുടെ വികസനം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. ഈ അയ്യപ്പ സംഗമത്തിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഒരു സ്നേഹോപഹാരം നൽകുന്നു. അത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് അവർകളെയും ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട തുറമുഖം, സഹകരണം, ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളെ ക്ഷണിക്കുന്നു. വിശ്വമാനവികതയുയർത്തുന്ന ഈ മഹാസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, വേദിയിലെ ബഹുമാന്യരായ അതിഥികളെ,
സദസ്സിലെ ബഹുമാന്യരായ അതിഥികളെ, അയ്യപ്പ ഭക്തന്മാരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, once again I delightfully welcome all participants on behalf of the reception committee. ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. ഡിയർ ശ്രീ V.N. Vasavanji, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devasam Board. Lord Ayyappa is the divine protector of Dharma. His worship illuminates the path of righteous living and inspires the devotees of promote and preserve sattvic values for strengthening harmony, inclusivity and unity. It is necessary to spread ancient Indian wisdom and traditions. In this perspective, Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, യോഗി ആദിത്യനാഥ്. ഇത് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ മെസ്സേജാണ്. മറ്റൊരു മെസ്സേജ് ബഹുമാന്യനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ M.K. സ്റ്റാലിൻ്റെതാണ്. ഡിയർ തിരു പിണറായി വിജയൻ അവർകൾ വണക്കം. I thank you for extending the invitation of the Loga Ayyappa Sangamam on 20th September 2025, marking the Platinum Jubilee of the Travancore Devasam Board. Due to prior commitments, I am not in a position to attend the above event. However, I am deputing Thiru P.K. Shekhar Babu, Honorable Minister for Hindu Religious and Charitable Endowments, and Dr. Palanivel Tyagarajan, Honorable Minister for Information Technology and Digital Service, to attend the event. My hearty wishes for the event to be a grand success. With warm regards, M.K. Stalin. രണ്ട് ബഹുമാന്യരായ മുഖ്യമന്ത്രിമാരുടെ മെസ്സേജാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ബഹുമാന്യരെ, അയ്യപ്പ സംഗമം എന്തിന് എന്നതിൻ്റെ ഉള്ളടക്കത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായും അതോടൊപ്പം സവിസ്തരവും പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയൊരു ദീർഘമായി വലിയ അധ്യക്ഷ പ്രസംഗം പ്രസക്തിയില്ലെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഒന്ന്, ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണമെന്ന തീരുമാനം ബോർഡ് എടുത്തു. സ്വാഭാവികമായി സർക്കാർ അതിനെല്ലാം സഹായവും ചെയ്തു കൊടുക്കാൻ നിയമപരമായും ധാർമ്മികമായും ബാധ്യതയുണ്ട്. ആ ദൗത്യം സർക്കാർ ഏറ്റെടുക്കുന്നു. ഇവിടെ പിന്നിട്ട വർഷത്തിലെ 2024-25 മണ്ഡല മകരവിളക്ക് മഹോത്സവം കുറ്റമറ്റ രൂപത്തിൽ ഒരു തീർത്ഥാടകന് പോലും പരാതിയില്ലാതെ 53,60,60,000 പേർക്ക് തീർത്ഥാടനം സുഗമമാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനത്തോടുകൂടി ബോർഡും സംസ്ഥാന ഗവൺമെന്റും പൊതുവിൽ സൂചിപ്പിക്കട്ടെ. അവിടെ നിന്നാണ് വീണ്ടും ഭാവിയിൽ ഇവിടെ വരുന്ന വൻ തിരക്കുകൾ ഒഴിവാക്കാൻ എങ്ങനെയാണ് ശബരിമലയുടെ ഭാവി വികസനം നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടത്. അങ്ങനെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തുകയും അവർ 1033 കോടി രൂപയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി സംസ്ഥാന ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. അത് 3ആയി തരംതിരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിലൊന്ന്, ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വിഷയവും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് നിർദ്ദേശിക്കാനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളും
സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ സെഷൻ. അത് നയിക്കുന്നതും അതിന്റെ മോഡറേറ്ററായും ബഹുമാനായ മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാലയുടെ മുൻ ചെയർമാനുമായ കേരളത്തിന്റെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകൻ കൂടിയായ ശ്രീ കെ ജയകുമാർ IAS അവറുകളാണ്. അതിന് സഹായിക്കുന്നതിന് വേണ്ടി പാനലിൽ നിരവധി പ്രമുഖരായിട്ടുള്ള വിദഗ്ധരും മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം ഉണ്ട് എന്ന കാര്യവും സൂചിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രധാനമായും ഒരു ആഗോള പിൽഗ്രിം ടൂറിസം സെന്ററായി ശബരിമലയെ മാറ്റുന്നതിന് ആ ടൂറിസം സർക്യൂട്ട് പാക്കേജ് എങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം, അത് കൃത്യമായി ആ വിഷയം നന്നായി മുമ്പ് കൈകാര്യം ചെയ്യുകയും വിപുലമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനായ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഉപദേഷ്ടാവ് കൂടിയായിരുന്ന ബഹുമാനായ TK നായരാണ് അതിന്റെ മോഡറേറ്ററായിരിക്കുക. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വിദഗ്ധന്മാരും ആ കൂട്ടത്തിലുണ്ടാവും. മൂന്നാമത്തെ സെഷൻ, എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ്, ആ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളത് പ്രായോഗികമായി കേരളത്തിൽ നിയമസമാധാനം കൈകാര്യം ചെയ്ത അനുഭവ സമ്പത്തുള്ള DGP ആയിരുന്നു നിങ്ങൾക്കെല്ലാം ഡോക്ടർ ജേക്കബ് പുന്നൂസ്. അദ്ദേഹമായിരിക്കും അതിന്റെ മോഡറേറ്റർ. ADGP ഷീത്ത് അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവും. ആ തരത്തിലാണ് ഈ 3 സെഷനുകൾ ഈ ആഗോള സംഗമത്തോടനുബന്ധിച്ച് ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. സർവോപരി ശബരിമലയുടെ സന്ദേശം തത്വമസിയാണ്, അത് നീയാകുന്നു. ആ വലിയ രൂപത്തിലുള്ള സന്ദേശമുള്ള ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സുപ്രധാനമായ ഒരാരാധനാ കേന്ദ്രം ശബരിമലയാണ്. ആ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നത് തന്നെയാണ് ആത്യന്തികമായി ഇതിന്റെ ലക്ഷ്യം. അതനുസരിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും വേദിയിൽ പ്രസന്റ് ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ല. അതേസമയത്ത് അവർക്ക് തന്നിട്ടുള്ള കിറ്റിനകത്തൊരു പേപ്പറുണ്ട്. ആ പേപ്പറിൽ ഒരു ചോദ്യാവലിയുണ്ട്. അത് കൃത്യമായി പൂരിപ്പിച്ച് അവർക്കുള്ള അഭിപ്രായം അവരവർ പങ്കെടുക്കുന്ന സെമിനാറിലെ കമ്മിറ്റിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഇന്നത്തെ ഈ സംഗമം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കമ്മിറ്റി തെരഞ്ഞെടുക്കും. ആ കമ്മിറ്റി അത് പരിശോധിച്ച് ഭാവിയിൽ അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകും. ഇങ്ങനെ തുടർച്ചയായി ഈ സംഗമത്തിന്റെ സന്ദേശങ്ങൾ ഭാവിയിൽ ശബരിമലയുടെ വികസനവും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുന്നതിന്റെ സന്ദേശവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചപ്പോൾ വന്നെത്തിച്ചേർന്നത് 3000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനിൽ തന്നെ 5000-ഓളം ആളുകൾ വന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ വന്നതിൽ ഖേദിക്കുന്നു. അത് ഭാവിയിൽ ആ പോരായ്മകൾ പരിഹരിക്കും. 3500 പേരെ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടി വന്നത് ഇവിടെ ഒരുക്കുന്ന പന്തലും കസേരകളും അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം നിയന്ത്രിച്ചു പോകാൻ കഴിയേണ്ടതുള്ളത് കൊണ്ടാണ് അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് രാജ്യത്തിന്റെ നാനാഭാഗത്തുനിന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും വന്നെത്തിച്ചേർന്ന എല്ലാ പ്രതിനിധികളെയും ഒരിക്കൽ കൂടി ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം ഏറ്റവും വിജയകരമാക്കി തീർക്കാൻ വേണ്ടി സഹായിച്ച വന്നെത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അതുപോലെ തന്നെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവൻ അവർക്ക് ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് അജികുമാർ അവരുകളെയും ശ്രീ സന്തോഷ് കുമാർ അവരുകളെയും ആദരവോടെ ക്ഷണിക്കുന്നു.